ഹലോ 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 വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ ഇന്ന് നിങ്ങളെ മേൽപ്പഴനിയിലേക്കാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. വളരെയധികം എക്സൈറ്റഡ് ആണ്. കാരണം എന്താ വെച്ചാൽ, ഒന്ന് എൻ്റെ പിറന്നാൾ ഡേ, രണ്ട് ഞാൻ അത്രയും ആഗ്രഹിച്ചൊരു അമ്പലമാണ്. ഇൻസ്റ്റയൊക്കെ കണ്ടിട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് വിഷ് ലിസ്റ്റിൽ വെച്ചിരിക്കുന്ന ഒരു അമ്പലമായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ ഫൈനലി എത്തിയിരിക്കുന്നു. കയറിയപ്പോൾ തന്നെ നമുക്ക് കാണാം ഇവിടെ മലയാളത്തിൽ മാത്രമല്ല തമിഴിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ 2 ട്വിസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പറഞ്ഞു തരാം ഓൺ ദ വേ. ഇത് ഒറിജിനൽ ആണ് കേട്ടോ, ഡ്യൂപ്ലിക്കേറ്റ് അല്ലാതെ ഇത് കാണിക്കാൻ കാരണം. പിന്നെ ഈ ബിൽഡിംഗ് ആണ് നമ്മൾ വഴിപാടൊക്കെ കഴിപ്പിക്കുന്നത്. ഇവിടെ പുഷ്പാഞ്ജലി ഇല്ല, നമ്മളെ അമ്പലം പോലെ പുഷ്പാഞ്ജലി ഇല്ല. കാണുന്ന പോലത്തെ താലം സമർപ്പിക്കൽ, പാലഭിഷേകം, പായസം അങ്ങനെയൊക്കെ കേട്ടോ. ഇതാണ് മെയിൻ എൻട്രൻസ്. ഇതിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. ഓക്കെ ഗൈസ്, നമ്മൾ തൊഴുതിട്ട് വരാം. കാരണം ഉള്ളിൽ ക്യാമറ ഒന്നും അലൗഡ് അല്ല. അപ്പോൾ ഒന്ന് തൊഴുതിട്ട് വരാം. അങ്ങനെ ഗൈസ് ഞങ്ങൾ തൊഴുതൊക്കെ കഴിഞ്ഞു. നമ്മൾ ആ സ്റ്റെപ്പുള്ള സ്ഥലത്തെത്തി. ഇവിടെ ഫോട്ടോസ് അലൗഡാന്ന് തോന്നുന്നു. ആൾക്കാരൊക്കെ എടുക്കുന്നുണ്ടപ്പോൾ ഞാനും ക്യാമറ ഓണാക്കി. ഇവിടെ ഒരു പ്രതിഷ്ഠ കൂടി ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ മേൽപ്പഴനി എന്ന് പറഞ്ഞാൽ മുരുകൻ്റെ മാത്രമല്ല, കുഞ്ഞു കുഞ്ഞ് ശിവപാർവതി, ഗണപതി, ഹനുമാൻ, നാഗങ്ങൾ, സായിബാബ, ഗുരു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വേറെ ചെറിയ ചെറിയ അമ്പലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ തൊഴുതിട്ടാണ് നമ്മൾ ഇവിടേക്ക് എത്തുക. സ്റ്റെപ്പൊക്കെ ഇറങ്ങി വന്ന് നോക്കുമ്പോഴാണ് മനസ്സിലായത് ഇത് വേറൊരു അമ്പലത്തിലേക്കുള്ള വഴിയല്ലായിരുന്നു. ഇതും ഒരു എൻട്രൻസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് കയറുകയാണ്. ഇതാണ് വേറൊരു ടെസ്റ്റ്. ഞങ്ങൾ ഇൻസ്റ്റയൊക്കെ കണ്ടിട്ട് പിന്നെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തമിഴ്നാട്ടിലുള്ള പഴനി പോലെ കുറേ സ്റ്റെപ്പ് കയറിയിട്ടാണ് അമ്പലത്തിലേക്ക് വരേണ്ടതെന്നുള്ളത്. അത് നമ്മൾ കുറേ തപ്പി നോക്കി. പിന്നെയാണ് മനസ്സിലായത് അതായിരുന്നു ഇത് എന്ന്. അങ്ങനെ തൊഴുതൊക്കെ കഴിഞ്ഞിതാ മുരുകൻ്റെ സ്പെഷ്യൽ ഭസ്മൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിതാ ഇറങ്ങിയപ്പോഴാണ് സെക്കൻഡ് ടെസ്റ്റ്. ഞങ്ങൾ പാർക്ക് ചെയ്തത് കോമൺ പാർക്കിങ്ങിലല്ലായിരുന്നു. ആ മുന്നിൽ തന്നെ ഒരു സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നീക്കിയിട്ടാണ് ഇപ്പം ഞങ്ങൾ പോകുന്നത്. ലെഫ്റ്റ് സൈഡിലായിരുന്നു കേട്ടോ ശരിക്കുള്ള പാർക്കിംഗ്. അറിയിട്ടില്ല, അത് കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ വിട്ടത് മസാല ദോശയാണ്. അമ്പലം കഴിഞ്ഞാൽ മസാല ദോശ മസ്താണല്ലോ. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.